മാന്യ സദസ്സിന് നമസ്കാരം. ഞാനിന്നിവിടെ സംസാരിക്കുവാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുദേവൻ വിശ്വ മാനവികതയുടെ പ്രവാചകൻ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഗുരുദേവൻ ഈ കൊച്ചു കേരളം ലോകത്തിന് സംഭാവന ചെയ്ത ഒരു വരദാനമാണ്. നമ്മെ എല്ലാവരെയും ചേർത്ത് പിടിച്ച ഒരു കാരുണ്യമൂർത്തി തന്നെയാണ് ഗുരുദേവൻ. നമുക്കെല്ലാവർക്കും എക്കാലവും മാർഗദർശിയാണ്. സമൂഹത്തിന് ആവശ്യമായ നന്മകളെ വിചിന്തനം ചെയ്ത് അത് ലോകത്തിനായി സംഭാവന ചെയ്ത ഒരു യുഗപുരുഷൻ തന്നെയാണ് ഗുരുദേവൻ. അടിമത്വത്തിലും അസമത്വത്തിലും അജ്ഞതയിലും ആണ്ടുകിടന്ന ഒരു ജനതയ്ക്ക് ഗുരുവിൻ്റെ ദർശനവും ജീവിതവും ഒരു വരദാനമായി മാറി. തൻ്റെ കൃതികളിലൂടെയൊക്കെ ഗുരു ജാതി, മതം, ദൈവം ഇവയെക്കുറിച്ചെല്ലാം കൃത്യമായ നിർവചനം നടത്തിയിട്ടുണ്ട്. ആത്മോപദേശ ശതകത്തിലും ജാതി നിർണയം എന്ന കൃതിയിലും ഇതിന് ഉത്തമമായ നിർവചനം നമുക്ക് കാണുവാൻ സാധിക്കും. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ഇവിടെ ഗുരു ഉപയോഗിച്ചത് ബഹുവചനമല്ല, ഏകവചനമാണ്. ഒരു വ്യക്തി നന്നായാൽ ഒരു കുടുംബം നന്നാവുന്നു. ഇനി ഒരു കുടുംബം നന്നായാലോ ഈ സമൂഹം നന്നാവും. ഒരു സമൂഹം നന്നാകുന്നത് വഴി ഈ ലോകം തന്നെ നന്നാവുന്നു. ഇനി എങ്ങനെയാണ് ഒരു വ്യക്തി നന്നാവേണ്ടത്? യഥാർത്ഥമായ അറിവ് നേടുന്നതിലൂടെയാണ് ഒരു വ്യക്തി നന്നാവുന്നത്. ഈ പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്നതെല്ലാം ഒന്നാണെന്നും മനുഷ്യനും മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്നിടത്തുമാണ് നമുക്ക് യഥാർത്ഥമായ അറിവുണ്ടാകുന്നത്. ലോക സമാധാനത്തിനായി ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ചിരുന്നതും ഇതുതന്നെയാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപ്രന്ന സുഖത്തിനായി വരയണം. നാം നമ്മുടെ സുഖത്തിനായി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവർക്ക് ദോഷമായി മാറരുത്. ഇവിടെ നമ്മുടെ ഉള്ളിലെല്ലാം കുടികൊള്ളുന്നത് ഒരേ ഈശ്വര ചൈതന്യമാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ലോകത്തിലുള്ള ഒരു ജീവിയെയും ഉപദ്രവിക്കുവാനോ ഹിംസിക്കുവാനോ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള ചിന്ത ഉണ്ടാകുന്നിടത്താണ് ലോകത്തിന് ശാന്തിയും സമാധാനവും കൈവരുന്നത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നതിലൂടെ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ഉപനിഷത്ത് മന്ത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അരുവിപ്പുറത്ത് ഗുരു നമ്മെ പഠിപ്പിച്ചത് ആദർശ മാനവികതയാണ്. 1888 ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം അവിടെ ഇങ്ങനെ ആലേഖനം ചെയ്തു: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ശ്രീനാരായണ ഗുരുദേവൻ നമ്മെ പഠിപ്പിച്ചത് ഒരു നല്ല മനുഷ്യനായിരിക്കാനാണ്. എങ്ങനെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നതിലൂടെ ഈ ലോകത്തിലുള്ള മനുഷ്യരെല്ലാവരും തുല്യരാണെന്നാണ് നമ്മെ ഉപദേശിച്ചത്. ഒരു ജാതി എന്നതിലൂടെ മനുഷ്യ ജാതിയെയാണ് ഗുരു നമ്മെ പഠിപ്പിച്ചത്. ഒരു മതം എന്നതിലൂടെ നമ്മുടെ അഭിപ്രായം, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. ഒരു ദൈവം എന്നത് യഥാർത്ഥമായ അറിവാണ്. ഈ ചിന്ത മനസ്സിലാക്കിയാൽ നമുക്ക് ഏവർക്കും നല്ല വ്യക്തികളായി മാറുവാൻ സാധിക്കും. ദൈവദശകം എന്ന കൃതിയിൽ തന്നെ നമുക്കറിയാം, ഈ ലോകത്തിന് തന്നെ ഒരു പ്രാർത്ഥനാ ഗീതമായി എടുക്കാൻ സാധിക്കുന്ന ഒന്നാണ് ദൈവദശകം. കുടുംബ ബന്ധങ്ങളുടെ മഹിമയും പ്രാധാന്യവും ഗുരുദേവൻ ഓരോ കൃതിയിലൂടെയും നമ്മെ പഠിപ്പിച്ചു. നല്ല മനുഷ്യനായിരിക്കാൻ നമ്മെ ശീലിപ്പിച്ചു. ഇന്ന് നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ വളരെയേറെ പ്രതിസന്ധികളെ നേരിടുകയാണ്. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ വാക്കുകൾ കടമെടുത്താൽ നമുക്കറിയാം, മാനവികത എന്നത് ഒരിക്കലും ഒരു നല്ല മനുഷ്യനായിരിക്കുക എന്നത് മാത്രമല്ല, മനുഷ്യത്വം ഉണ്ടായിരിക്കുക എന്നതാണ്. രാഷ്ട്രീയ പോരുകളും മതകലഹങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഗുരുദേവന്റെ ദർശനത്തിന്റെ പ്രസക്തി ഏറുകയാണ്. ഒരിക്കൽ സമാധാനത്തിനായി ഈ ലോകം ഇന്ന് കാത്തിരിക്കുകയാണ്. അദ്വൈതത്തിൽ ഊന്നി നിൽക്കുന്ന ഗുരുദേവ ദർശനം നമുക്ക് ഏവർക്കും പ്രകാശം പരത്തുന്നു. ഗുരുദർശനം പഠിക്കേണ്ടതിൻ്റെയും പഠിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യകത ഇന്ന് അത്യന്താപേക്ഷിതമാണ്. ആത്മീയതയിൽ ഊന്നി നിൽക്കുന്ന ശ്രീനാരായണ ദർശനം ആകുന്ന ദിവ്യ ചഷകത്തെ അല്പമെങ്കിലും പാനം ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനായി ഗുരുദേവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം വിജയിക്കട്ടെ.